ഓരോ കാര്യവും എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള അവകാശമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. നാം ദൈവനാമത്തിൽ ഒരു കാര്യം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുമ്പോൾ അത് ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ദൈവനാമത്തിലാകട്ടെ. ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ദൈവനാമം എന്നുള്ള ആ ഒരു ഭാഗം മാത്രം എടുത്തു മാറ്റുന്നുണ്ട്. വളരെ ശക്തമായ ഒരു ഗവൺമെൻറ്, അവരുടെ പാർലമെൻറ്റ് പോലും സ്റ്റാർട്ട് ചെയ്യണത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. അതുപോലും എടുത്തു മാറ്റി. എന്തിന് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യണം? നല്ല പ്രവൃത്തികൾ ചെയ്താൽ മാത്രം പോരെ? നമുക്ക് ചിന്തിക്കാം, നമ്മളിന്ന് ചുറ്റും ജീവിക്കുന്ന ലോകത്തിൽ നമുക്ക് നോക്കിയാൽ അക്രമവും കഷ്ടതയും നമ്മൾ വിചാരിക്കാത്തവരിൽ നിന്നാണ് പലർക്കും ഏൽക്കുന്നത്. ഒപ്പം കൂടെ പഠിച്ചവർ ശത്രുക്കളാകുന്നു. ഒരേ കൂരയ്ക്ക് കീഴിൽ ജന്മം നൽകിയ അല്ലെങ്കിൽ സ്വന്തം അനുജനോ അനുജത്തിയോ ആയി ജനിക്കുന്നവർ, അവർ പോലും ശത്രുക്കളാകുന്നു. ഇവിടെ നമുക്ക് നമ്മൾ മാത്രം കൂട്ട്. ആ ഒരു അവസരത്തിൽ ദൈവനാമത്തിൽ നമുക്ക് കൂട്ട് ദൈവം കൂടി ഉണ്ടാവും. നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവവിചാരത്തോടെയാകട്ടെ. നന്ദി.